ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ സിംഗപ്പൂർ മലേഷ്യൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾക്ക് കടക്കാം. അങ്ങനെ തേർഡ് ഡേ നമ്മൾ മലേഷ്യയിലൊക്കെ എത്തി റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഒരു ഈവനിങ് നേരെ പോയത് ബാത്തു കേവ്സിലേക്കാണ്. ബാത്തു കേവ്സിലെ പ്രസിദ്ധമായ മുരുകൻ സ്റ്റാറ്റിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുതന്നെയാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷനും. പിന്നെ നമുക്ക് കാണാനുള്ളത് ലൈം സ്റ്റോണിൻ്റെ കേവാണ്. 400 മില്യൺ വർഷത്തിൻ്റെ പഴക്കമുണ്ട് ആ ലൈം സ്റ്റോൺ കേവിന്. പിന്നെ അവിടേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്സ് ആണെങ്കിലോ അത് നല്ല കളർഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല റെയിൻബോ കളേഴ്സ്. 272 സ്റ്റെപ്സ് ആണ് ശരിക്കും അവിടെ ഉള്ളത്. അതും കയറി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു തണുത്ത ഫീലിംഗ് ആണ് കേട്ടോ. മുകളിൽ കയറി ചെന്നാൽ പിന്നെയും താഴത്തോട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അത് നേരെ ചെല്ലുന്നത് ഒരു അമ്പലത്തേക്കാണ്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ നമുക്ക് അവിടെ പോയിട്ട് തൊഴുകയൊക്കെ ചെയ്യാം. എന്തായാലും മലേഷ്യ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാത്തു കേവ്സ്. അധികം നേരം അവിടെ ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി. നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ പോയത് ജെൻഡിങ് ഹൈലാൻഡ്സിലേക്കാണ്. നമ്മൾ കുറച്ച് മലേഷ്യൻ കറൻസിയൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഈ പോയത്. സത്യം പറയാലോ, ജെൻഡിങ് ഹൈലാൻഡ്സ് ഇത്രയ്ക്ക് ബെസ്റ്റാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും പിന്നെ അവിടെ കാണാനുള്ള സ്ഥലങ്ങളാണെങ്കിലും കൂടെ അത്രയ്ക്ക് ബെസ്റ്റായിരുന്നു. കാണേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയായിരുന്നു അത്. സിറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ സ്കൈവേ കേബിൾ കാർ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് റോഡ് വഴിയോ നമുക്ക് അവിടേക്ക് എത്താം. കേബിൾ കാറിൽ ഇതുവരെ പോകാത്തവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് എടുത്തു പറയേണ്ടത്. കാരണം ഹൈറ്റ് കൂടും തോറും നമ്മുടെ കോടമഞ്ഞ് നിറഞ്ഞ് നമുക്ക് താഴെ കാണുന്ന സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ വ്യൂ ആയാലും ഇടയിൽ ആ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വ്യൂസ് ആണെങ്കിലും അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. കേബിൾ കാറിൽ പോകുന്ന വഴിയിൽ 3 സ്റ്റേഷൻസ് ഉണ്ട്. അതിൽ അവാന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് ട്വിൻ സ്വീ കേവ് ടെമ്പിളിൽ ഇറങ്ങാം. അതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അവരുടെ സ്കൾപ്ചേഴ്സും അതുപോലെ തന്നെ ആർക്കിടെക്ചറൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അവിടെ 9 നിലയുള്ളൊരു ടവർ ഉണ്ട്. ആക്ച്വലി അതിൻ്റെ ഏറ്റവും മുകളിൽ പോയാൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെ കാണാം. ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് തന്നെ കയറിയിട്ടോ. ഓരോ ഫ്ലോറിലും ബാൽക്കണി ഉണ്ട്. സോ നമുക്ക് അവിടെ വന്നിട്ടും വ്യൂ ചെയ്യാം. പറയുന്നത്ര എളുപ്പമല്ല കേട്ടോ. അത് ആ 9 നിലയും നമ്മൾ ഈ സ്റ്റെപ്സ് വഴി കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞു പറഞ്ഞ് വരുമ്പോഴേക്കും പിന്നെയും മുകളിൽ സ്റ്റെപ്സ് കാണാം. ആക്ച്വലി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എത്രാമത്തെ ഫ്ലോർ ആയി എന്നുള്ള നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അത് അച്ചീവ് ചെയ്തു. ഏറ്റവും ടോപ്പിലെത്തി. അവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നോക്കി കാണുന്ന വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുൾ മലനിരവ്, അതിൻ്റെ ഇടയിൽ കൂടെ കേബിൾ കാർ പോകുന്നത്, അതുപോലെ സ്റ്റെപ്സ് പോണത്, റോഡ് പോണത്, അതുപോലെ ആ കോടമഞ്ഞ് ഒക്കെ സൂപ്പറായിരുന്നു. ഇവർ ആ മലയിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന് കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ കൾച്ചറിൽ തന്നെ സൂചിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അവർ സ്കൾപ്ചർ എന്ന രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും കേബിൾ കാർ എടുത്ത് നേരെ വന്ന് ഇറങ്ങിയത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഹോട്ടലായ ഫസ്റ്റ് വേൾഡ് ഹോട്ടലിലാണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 3000-ലധികം പേര് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതൊരു ഷോപ്പിംഗ് മാളാണ്. ഇവിടെ തന്നെയാണ് ഇൻഡോർ തീം പാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് ഒരു ഔട്ട്ഡോർ അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സിറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ വന്ന് നമ്മളൊരു സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ വന്ന പോലെയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ഔട്ട്ഡോർ തീം പാർക്ക് ഉണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയ ഒരു സ്ഥലമാണ് ജെൻഡിങ് ഹൈലാൻഡ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയ്ക്ക് ആകർഷകമായത്. അങ്ങനെ അന്നത്തെ ഡേ നമ്മൾ അവിടെ ആ ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. അവിടെ നമ്മൾ നേരെ പോയത് ട്വിൻ ടവറിലേക്കാണ്. ആക്ച്വലി ട്വിൻ ടവറിൻ്റെ മുകളിൽ കയറാൻ നമ്മൾ ആദ്യമേ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ പറഞ്ഞ ടൈമിലാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത്. അവിടെ ചെന്നാൽ പിന്നെ നമ്മളെ ടൂറിസ്റ്റുകാരെല്ലാവരും ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് അവർ തന്നെ ലിഫ്റ്റിൽ കൊണ്ടുപോകും.
88 ഫ്ലോറാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 41st ഫ്ലോറിലാണ് ഈ ഡെക്ക് ബ്രിഡ്ജ് വരുന്നത്. ആദ്യം ലിഫ്റ്റിൽ ഇറക്കുന്നത് അവിടെയായിരിക്കും. അവിടെ നമുക്ക് ഒരു 5 മിനിറ്റ് സമയം തരും ആ ബ്രിഡ്ജിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പിന്നെയാണ് ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത്. അവിടെയും നമുക്ക് കാണാനായിട്ട് കുറേ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അന്ന് ഈവനിങ് തന്നെ നമ്മൾ മലേഷ്യയിൽ നിന്ന് റിട്ടേൺ സിംഗപ്പൂർക്ക് എത്തിയിട്ടോ. സെയിം നമ്മൾ ട്രാവലർ ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ 6th ഡേ നമ്മൾ പോയത് സിംഗപ്പൂർ സൂവും അതുപോലെ തന്നെ ബേർഡ് പാരഡൈസ് കാണാനാണ് കേട്ടോ. ഇവിടെ രണ്ടിടത്തേക്കും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. സൂ ആണെങ്കിൽ 28 ഹെഡ്റും അതുപോലെ ബേർഡ് പാരഡൈസ് ആണെങ്കിൽ 17 ഹെഡ്റും വിശാലമായി നമുക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർ ഷട്ടിൽ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നടന്ന് മടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിലും കയറി പോകാം. ഏകദേശം 4200 അധികം ആനിമൽസും അതുപോലെ തന്നെ 3500 അധികം ബേർഡ്സിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ തുറന്നു വിട്ട പോലെയാണ്. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ എല്ലാത്തിനും കണ്ട് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. പെൻഗ്വിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ആനിമൽസും ബേർഡ്സും വെച്ചിട്ടൊക്കെ അവർ ഓരോ ഇവൻ്റൊക്കെ നടത്തുന്നുണ്ട്. സോ അതൊക്കെ ഓരോ ടൈമിങ്ങിലാണ്. ഇപ്പം നമ്മൾ ആ ടൈമിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇവൻറ്റ്സൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ ചെന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റിയത് ബേർഡ്സിൻ്റെ ഈ ഒരു ഇവൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയപ്പോൾ രേഖ ചേച്ചി ഞങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ തന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ 1 month ആനിവേഴ്സറി ആയിരുന്നു. ചേച്ചി നമുക്ക് ഒരു അടിപൊളി കേക്ക് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിച്ച് അടുത്തുള്ള ഒരു ഹാർബറൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് സിംഗപ്പൂരിൽ നിന്ന് കേട്ട ആദ്യം മനസ്സിലേക്ക് വരുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോയ്ക്ക് തന്നെയാണ്. കയറി ചെന്നാൽ തന്നെ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഹോളിവുഡ് ഫീലാണ്. അതിൽ ഓരോ ബിൽഡിങ്ങും ഓരോ റൈഡായിരിക്കും ഉണ്ടാവുക. എല്ലാവരും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ പോകണം. കാരണം അത്രയ്ക്ക് ത്രില്ലിങ് ആൻഡ് അമേസിങ് ആയിരുന്നു ഓരോ റൈഡും. അവിടെയുള്ള മമ്മി റൈഡ് തൊട്ട് റോളർ കോസ്റ്റർ വരെ എല്ലാതും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് തന്നത്. പിന്നെ അന്ന് ഈവനിങ് നമ്മൾ പോയത് മറീന ബേ സാൻഡ്സിൻ്റെ റൂഫ് ടോപ്പിക്കാണ്. അതിനുള്ള ടിക്കറ്റ് നമ്മൾ മുമ്പേ എടുത്ത് വെക്കണം. ഈ മറീന ബേ സാൻഡ് പറഞ്ഞ ഒരു 5 star ലക്ഷറി ഹോട്ടലാണ്. അതിൻ്റെ റൂഫ് ടോപ്പിൽ പോയാൽ നമുക്ക് മനോഹരമായ ഒരു സൺസെറ്റും അതുപോലെ തന്നെ സിറ്റി വ്യൂവും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഇൻഫിനിറ്റി പൂള് ഈ മറീന ബേ സാൻഡ്സിൻ്റെ ടോപ്പിലാണ് ഉള്ളത്. ആക്ച്വലി അവിടെ റൂം എടുത്തവർക്ക് മാത്രമേ ഈ ഇൻഫിനിറ്റി പൂളിലേക്കുള്ള ആക്സസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 8th ഡേ ഞങ്ങൾ പോകാനായിട്ട് യൂസ് ചെയ്തത് അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് തന്നെയാണ് കേട്ടോ. അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു കാർഡാണ് യൂസ് ചെയ്യുന്നത്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ആ കാർഡ് ടാപ്പ് ചെയ്യണം. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം നമ്മളൊരു പുതിയ രാജ്യത്ത് പോയി അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ അവിടുത്തെ തന്നെ ഒരാളായി മാറിയ ഒരു ഫീലായിരുന്നു. അതുകൂടാതെ ഡബിൾ ഡെക്കർ ബസ്സിലാണ് നമ്മൾ പോയത്. അതിൻ്റെ അപ്പർ ഫ്ലോറിൽ തന്നെ ഫ്രണ്ട് സീറ്റിലാണ് നമ്മൾ ഇരുന്നത്. സോ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ വേറെ എവിടേക്കുമല്ല, ഗാർഡൻസ് ബൈ ദ ബേക്കാണ് നമ്മൾ എത്തിയത്. ആക്ച്വലി അത് പേര് സൂചിപ്പിക്കുന്ന പോലെ അതൊരു ഗാർഡൻ തന്നെയായിരുന്നു. 1.5 മില്യൺ പ്ലാന്റ്സ് വെറൈറ്റീസ് തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ 3 പാർട്ടായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് ഫ്ലോറ ഗാർഡൻ, അതായത് അതിനുള്ളിൽ പോയ ഈ ഫേൺ ടൈപ്പ്, അതായത് ഫ്ലോറ ടൈപ്പ് ഫ്ലവേഴ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഷോയും കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഫ്ലവർ ഡോം. അതൊരു ഡോം ലൈക്ക് ഒരു ഹ്യൂജ് സ്ട്രക്ചറാണ്. ആ ഡോമിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പാർട്ടാണ് ക്ലൗഡ് ഫോറസ്റ്റ്. ഒരു ഹ്യൂജ് വെർട്ടിക്കൽ ഗാർഡൻ തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ അവരൊരു വാട്ടർഫാൾ എന്ന രീതിയിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു വിസ്മയ ലോകം തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ നൈറ്റ് ഈ ഗാർഡനിൽ അവരൊരു ലൈറ്റ് ഷോ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്.
അങ്ങനെ നെക്സ്റ്റ് ഡേ നല്ല മഴയായിരുന്നു സിംഗപ്പൂർ. അങ്ങനെ ഞങ്ങൾക്ക് മഴയും കൂടി അവിടെ ആസ്വദിക്കാൻ പറ്റി. ഏകദേശം സിംഗപ്പൂരിലെ എല്ലാ ഏരിയയും നമ്മൾ 8 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയത് ഞങ്ങളുടെ ലാസ്റ്റ് പ്ലേസ് ആണ് ലിറ്റിൽ ഇന്ത്യ. അവിടെ പോയാൽ ശരിക്കും നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരു മാർക്കറ്റിൽ പോയ ഒരു ഫീലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ എത്തി, 10th ഡേ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇങ്ങനെ ഈ 10 ഡേയ്സ് കൊണ്ട് നമ്മൾ ശരിക്കും സിംഗപ്പൂർ നമ്മുടെ ഒരു പാർട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ നമ്മളൊരു 3 ഡേയ്സ് ആണെങ്കിലും ബാക്കി എല്ലാതും നമ്മൾ സിംഗപ്പൂരാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അറിയാത്ത ഒരു പ്ലേസും പോലും ഇല്ല. ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ബസ്സും ക്യാബും എന്തിനു പറയണം, നമ്മൾ അവിടുത്തെ മെട്രോയും കൂടി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് ചാങ്കി എയർപോർട്ടിൽ എത്തിയത്. സോ ഇതിനെല്ലാം ഞങ്ങൾ താങ്ക്സ് പറയുന്നത് ശോഭേട്ടനടുത്തും രേഖചേച്ചിൻ്റെ അടുത്തുമാണ്. അവരാണ് ഞങ്ങളോട് ഒരു ഏജൻസിയോ ട്രാവൽ പാർട്ട്ണറോ ഒന്നും എടുക്കാതെ തന്നെ വരാനായിട്ട് പറഞ്ഞത്. അതിനോട് എല്ലാ സപ്പോർട്ടും അവരാണ് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് ഈ ട്രിപ്പ് നമ്മുടെ മനസ്സിൽ അത്രയും തട്ടി നിൽക്കുന്നത്. കാരണം ഈ ഒരു പ്ലേസിൽ പാർട്ടായി കഴിഞ്ഞ ഒരു ഫീലാണ് നമ്മൾ. ഇനിയൊരു ചാൻസ് നമുക്ക് ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലേസിൽ വന്ന ഒരു ഫീലാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ അവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ട്രാവൽ പാർട്ട്ണർ ഒന്നും ഇല്ലാതെ നമുക്ക് പോകുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ലാസ്റ്റ് ഡേ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ എയർപോർട്ടിൽ ഒന്നായ ചാങ്കി എയർപോർട്ടും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ കയറിയത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഓക്കെ, ബൈ.